പാലക്കാട് MBBS വിദ്യാർത്ഥിനിയെ കാണാതായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായ അമൃതയെയാണ് ഇന്നലെ മുതൽ കാണാതായത്. പരീക്ഷാ ടെൻഷനിലായിരുന്നു അമൃതയെന്ന് സഹപാഠികൾ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ വിദ്യാർത്ഥിനിയെ കാണാതാകുന്നത്? എന്തായിരുന്നു ഇതിന് പുറകിലുള്ള കാരണം എന്നതിനെക്കുറിച്ച് വല്ല വിവരങ്ങളും ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല, പോലീസ് അന്വേഷണം ആരംഭിച്ചോ? ഉമ, ഇന്നലെ മുതലാണ് ഈ പാലക്കാട് സ്വദേശിനിയാണ് ഈ അമൃത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 1ാം വർഷം MBBS വിദ്യാർത്ഥിനിയാണ്. ഈ അമൃത യുവിനെയാണ് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നത്. ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഈ അമൃതയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കൂടാതെ അതുപോലെ ഈ പരീക്ഷ എഴുതുന്നതിന്റെ ടെൻഷൻ കൂടി ഈ അമൃതയ്ക്ക് ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സഹപാഠികൾ പറയുന്നുണ്ട്. ഇന്നലെ 3 മണിയാണ് അവസാനമായി അമൃതയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടതായി മറ്റ് സഹപാഠികൾ പറയുന്നത്. അവസാനം കണ്ടതും അവിടെ നിന്ന് തീവണ്ടിയിൽ എന്തെങ്കിലും കയറി മറ്റ് ഇടങ്ങളിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടാവാമെന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ കണ്ടുകിട്ടുകയാണെങ്കിൽ ദയവായി ബന്ധപ്പെടുവാനുള്ള നമ്പർ ഉൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഈ കുട്ടിയെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെൻഷനിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻ കാരണം എന്തെങ്കിലും തരത്തിൽ ഈ കുട്ടി പോകുന്നതിന് വഴിവെച്ചുവോ എന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും പരിശോധിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ വരുന്നുണ്ട്. പാലക്കാട് സ്വദേശിയാണ്, പാലക്കാട് ഇലവപ്പാടം സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ മരിയപാടം ഹൗസ് ഉണ്ണികൃഷ്ണന്റെ മകളാണ്. എന്തായാലും ഹോസ്റ്റലിൽ ഡോക്ടർ മനോജിനെ കാണാൻ പോകുന്നു എന്നാണ് ഈ FIR-ൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് FIR-ൽ പറയുന്നത്. ലേഡീസ് ഹോസ്റ്റലിലുള്ള 4 നമ്പർ മുറിയിൽ നിന്നും ഡോക്ടർ മനോജിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് അമൃത തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.